ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നാച്ചുറൽ സോൾട്ടിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഗരം മസാലയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായി നമുക്ക് കറുവപ്പട്ട, ഏലക്കായ്, ബേ ലീഫ്, ഗ്രാമ്പൂ, ഒരു 4 ജാതിക്ക, പിന്നെ സ്റ്റാർ, പിന്നെ കറുത്ത ഏലക്ക, പിന്നെ ജാതിപത്രി, ഇവയൊക്കെ എടുക്കുക. പിന്നെ ഞാനിവിടെ ചെറിയ ജീരകവും വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പ്രീ റോസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. രണ്ടും ഒന്നിച്ച് ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി കറുത്ത് പോകരുത്. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു പിന്നെ ഗരം മസാലയുടെ റെസിപ്പി ഇടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇത് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കണം. നല്ല പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സ്പൈസസൊക്കെ ഇട്ട് ചൂടാക്കിയെടുക്കാം. ജാതിക്ക തൊണ്ട് കളഞ്ഞിട്ട് ഇടണം. ബാക്കിയെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്ത പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. കുറേ നേരം ചെയ്യേണ്ട, കുറച്ചൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് തണുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ച് പൊടിഞ്ഞ് കിട്ടും. നിങ്ങൾ വലിയൊരു ജാറാണ് എടുത്തത്. ചെറുതാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഞാൻ ഇവിടെ ബിരിയാണിക്കും കറിക്കും എല്ലാം ഈ ഒരു ഗരം മസാലയാണ് ഉപയോഗിക്കാറ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.